എടാ അതൊക്കെ വമ്പന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ. എൻ്റെ കയ്യിൽ ആകെ ഉള്ളൊരു 15 ലക്ഷം രൂപയാ. പക്ഷെ അതിലും വലിയൊരു കഴിവ് വിനയന്റെ കയ്യിലുണ്ടല്ലോ. ലാപ്പും മൊബൈലും സർവീസ് ചെയ്യാൻ അറിയുന്നവർക്ക് ദുബായിലൊക്കെ ഇപ്പോഴും നല്ല ചാൻസാ വിനയ. അവിടെയൊക്കെ ഇതുപോലൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ ആദ്യം വേണ്ടത് പണി അറിയാവുന്നൊരു സ്റ്റാഫാ. അത് ശരി. അപ്പൊ 15 ലക്ഷം രൂപക്ക് നീ എനിക്കൊരു പണി വാങ്ങിച്ചു തരാന്നാണോ പറയുന്നത്? അല്ല, പാർട്ണർ തന്നെയാ. 3 പാർട്ട്നേഴ്സിൽ ഒരാള്. ഒരു പാർട്ണർ ദുബായ് സിറ്റിസൺ, ഒരു പാർട്ണർ റിയാസിക. പുള്ളി ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. 15 ലക്ഷം കൊടുത്താൽ വിനയൻ അവരുടെ പാർട്ണർ ആവാം, ആ ഷോപ്പ് നടത്താം. സാലറി ഇവിടുത്തെ 2 ലക്ഷം. ലാഭവിഹിതം ഒരു മാസം ചുരുങ്ങിയത് ഒരു 1.5 ലക്ഷം രൂപ കിട്ടും. അപ്പോ മാസം ഒരു 3-3.5 ലക്ഷം രൂപ കിട്ടുമെന്നാണോ നീ പറയുന്നത്? ആത്മാർത്ഥമായ ജോലി ചെയ്താ ഉറപ്പായും കിട്ടും. എന്താ നോക്കുന്നോ? നോക്കായിരുന്നു. പക്ഷേ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? അത് പേഴ്സണലാ. അല്ല, നിന്റെ റിയാസൊക്കെ ഇപ്പൊ എവിടെ ഉണ്ട്? ആളെ സ്ഥലത്തുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഇപ്പൊ ഫാമിലിയുടെ കൂടെ ആയിരിക്കും. വൈകുന്നേരം ഒരു അപ്പോയിന്റ്മെന്റ് വിളിച്ച് പറയട്ടെ? വിളിക്ക്. പുള്ളിക്കാരനെ മീറ്റ് ചെയ്തിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ദുബായിൽ ഇതുപോലൊരു ഷോപ്പ്, അവിടുത്തെ സെറ്റപ്പ് ഇതിൽ സൂപ്പറായിരിക്കും. അവിടുത്തെ ഓളൻ്റോളായി വിനയൻ കൊള്ളാം. അവിടുന്ന് വിനയൻ്റെ ഒരു മാസ എൻട്രി ഉണ്ട്. ചീരു മാത്രമല്ല, അനന്തമാഷിൻ്റെ കുടുംബം മുഴുവൻ ഞെട്ടും. ഞെട്ടിക്ക് ഞാൻ. സത്യനെ ഗോപന് പരിചയമുണ്ടല്ലോ അല്ലേ? നേരെ